നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 10-36 ദിവസമായി കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുകയായിരുന്നു. നവകേരള സദസ് എന്ന വിളിപ്പേരിൽ LDF നടത്തിയ രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് അകമ്പടി സേവിച്ച സുരക്ഷ ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രിയും പ്രത്യേക പുരസ്കാരവും ഒക്കെ നൽകാൻ സംസ്ഥാന പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് സുദീർഘമായ സേവനത്തിനാണ് ഈ പുരസ്കാരം എന്നതാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം. ജനൻ ഡിബേറ്റും പരിശോധിക്കുന്നതാണ്. പ്രത്യേക സാഹചര്യത്തിൽ ഡ്യൂട്ടി നോക്കുക, അല്ലെങ്കിൽ കൃത്യതയാർന്ന കുറ്റാന്വേഷണം, അസാമാന്യ സാഹചര്യങ്ങളിൽ കഴിവ് തെളിയിക്കുക, ഇതിനൊക്കെയാണ് സാധാരണ പോലീസിൻ്റെ ഗുഡ് സർവീസ് എൻട്രിയും പ്രത്യേക പുരസ്കാരം ഒക്കെ ലഭിക്കുക. ഈ നവകേരള സദസ്സിൽ എന്തായിരുന്നു പോലീസിൻ്റെ ഈ പ്രത്യേക ഡ്യൂട്ടി, പ്രത്യേക ദൗത്യം? എന്ത് പരിഗണിച്ചാണ് ഈ പുരസ്കാരങ്ങളൊക്കെ നൽകുന്നത്? ഗുഡ് സർവീസ് എൻട്രി എന്തിനാണ് എന്നൊക്കെയാണ് ഇന്നത്തെ ജനൻ ഡിബേറ്റ് പരിശോധിക്കുന്നത്. ജനൻ ഡിബേറ്റിൽ അതിഥിയായി റിട്ടയർഡ് DYSP RK കൃഷ്ണകുമാർ, BJP നേതാവ് MS ശ്യാംകുമാർ, LDF പ്രതിനിധിയായി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഒപ്പം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു. ഈ 3 പേരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അറിയേണ്ടത് PM സുരേഷ് ബാബുവിലേക്ക് തന്നെ പോകാം. ശ്രീ PM സുരേഷ് ബാബു, സംസ്ഥാനത്ത് പോലീസിന് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആദരിക്കപ്പെടുന്നത്, ഗുഡ് സർവീസ് എൻട്രി ഒക്കെ നൽകുന്നത് സമാനതകളില്ലാത്ത സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിലൊക്കെ ജോലി നോക്കുന്ന ആളുകൾക്കാണ്. അല്ലെങ്കിൽ കൃത്യതാർന്ന കുറ്റാന്വേഷണം നടത്തുക, അല്ലെങ്കിൽ ദുരന്ത മുഖത്ത് സേവനം അനുഷ്ഠിക്കുമ്പോൾ അവരെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകളൊക്കെ ഇത്തരം പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. ഈ നവകേരള സദസ്സിൻ്റെ ക്രമസമാധാന നില സംരക്ഷിച്ചതിന് ഈ ഗുഡ് സർവീസ് എൻട്രി നൽകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പോലീസ് അവിടെ നേരിട്ട, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സുദീർഘമായ സേവനം, ഈ ഗുഡ് സർവീസ് എൻട്രി ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നൽകുന്ന സാഹചര്യത്തിലേക്ക് പോയ പോലീസിൻ്റെ ആ പ്രത്യേക ഡ്യൂട്ടി, അതെന്താണ് സർക്കാർ പരിഗണിച്ച പ്രധാന ഘടകങ്ങൾ? എന്താണ് LDFൻ്റെ താങ്കളുടെ വിലയിരുത്തൽ? ഈ അവാർഡ് നൽകുന്നതിൻ്റെ, ഈ പുരസ്കാരങ്ങൾ നൽകുന്നതിൻ്റെ, ആദരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം ഈ ഗുഡ് സർവീസ് എൻട്രി നല്ല സുദീർഘമായ സേവനത്തിനുള്ള സമ്മാനത്തിന് അർഹമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവയൊക്കെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതോ അല്ലെ പരിഗണിച്ചിട്ടുള്ളതോ ആയ വസ്തുതകളുമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായി കാണേണ്ടുന്നൊരു വിഷയം, ഈ സദസ്സ്, നവകേരള സദസ്സ് 36 ദിവസത്തിലധികം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിലെ ഒട്ടുമുക്കാലും ഒരു 130-ലധികം നിയോജക മണ്ഡലങ്ങളിൽ യാത്ര ചെയ്ത് വന്നിട്ടുള്ളതാണ്. മഞ്ചേശ്വരത്തു നിന്ന് തുടങ്ങുമ്പോൾ അവിടെ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്ന പ്രതിപക്ഷത്തിലുള്ള മുസ്ലിം ലീഗിലെ MLA അല്ലെങ്കിൽ UDF, അദ്ദേഹം അംഗമായിട്ടുള്ള ഒരു ഐക്യമുന്നണി സംവിധാനത്തിൽ UDF ഈ സദസ്സ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരാരും വന്നില്ല. വരാതിരിക്കുമ്പോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സർക്കാർ നടത്തിയിട്ടുള്ള പരിപാടിയാണിത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റുന്ന അവർ വന്നില്ല. പക്ഷേ അത് ഒരു ദിവസം ഇങ്ങോട്ട് പിന്നിടുമ്പോഴത്തേക്കുള്ള ഘടകം എന്താണെന്ന് വെച്ചാൽ, ഈ സദസ്സിലേക്ക് ആളുകളുടെ ഒഴുക്ക് കണ്ട്, ആളുകളുടെ ഒരു വരവിൻ്റെ ഒരു സീമാതീതമായ വരവ് കണ്ട്, സാധാരണഗതിയിൽ ഒരു ജില്ലാ സമ്മേളനങ്ങൾക്ക് ഒരു കൂട്ടുകൂട്ടുന്ന പോലെ ഉള്ള ആളുകൾ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്നത് കണ്ടപ്പോൾ അതിനകത്ത് അസ്വസ്ഥത പൂണ്ട ഐക്യജനാധിപത്യ മുന്നണി അഥവാ UDF, അതിനകത്ത് അസ്വസ്ഥത കണ്ട BJP മുന്നണി, NDA മുന്നണി, ഇവരെല്ലാം ബഹിഷ്കരണത്തിൽ നിന്ന് മാറി അതിനോട് പ്രതിരോധിക്കുക എന്ന നിലയിലേക്ക് വന്നു. എല്ലാ ഘടകങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അവർ അതിൻ്റെ ഒന്നുകിൽ യുവജന സംഘടനകൾ, അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ, ഇങ്ങനെ പല ഘടകങ്ങളായി തിരിഞ്ഞ് അവർ അക്രമത്തിൻ്റെ ഭാഷമോ അല്ലെങ്കിൽ കരിങ്കൊടി, ചെരിപ്പേറ്, വാഹനത്തിൻ്റെ മുന്നിൽ ചാടി വീഴുക, എന്നിട്ട് രക്തസാക്ഷിത്വം ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് അവർ നീങ്ങി. ആ നീങ്ങിയ സന്ദർഭത്തിൽ ഞാനെല്ലാം നിഷ്പക്ഷമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഈ ഐക്യജനാധിപത്യ മുന്നണിയും NDAയും ഈ പരിപാടികൾ നടത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ അതിൻ്റെ പോഷക സംഘടനകൾ, അതിൻ്റെ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ
അതിനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യവും വന്നുപെട്ടു. ഞാൻ ഔപചാരികമായി അതിനെ സമ്മതം മൂളുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പോലീസ് അതിനകത്ത് ഇടപെട്ട നടപടി എന്താണെന്ന് വെച്ചാൽ പ്രതിരോധിച്ച് അല്ല, അതാ ഞാൻ എൻ്റെ കാര്യമാണല്ലോ പറയുന്നത്, ഞാനാണല്ലോ ഇവിടെ ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ആ ഒരു ഒത്തര സംഭവങ്ങൾ വരാതിരിക്കാൻ CPM-ൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നോ ഉള്ള ഒരു പ്രതിരോധമോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി നിർവഹിച്ച രക്ഷാപ്രവർത്തനമോ ഇതിനെ ഫിസിക്കലായി നേരിട്ട് അവസാനിപ്പിക്കുക എന്ന BJP പിന്നെ UDF സാധ്യതകളും അവേർട്ട് ചെയ്ത് അതില്ലാതാക്കി ഇതിൻ്റെ പ്രയാണം സുഗമമാക്കുന്ന സ്തുത്യർഹമായ സേവനം നടത്തുന്നു എന്നുള്ളത് അതൊരു പുതിയ ഒരു ഘടകമാണ്. കാരണം ഈ സംരംഭം തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പുതിയതായൊരു സംഭവമാണ്. ആ പുതുതായൊരു സംഭവത്തിൽ സ്തുത്യർഹമായ സംഭവം നടത്തി കേരളത്തിലെ 21 മന്ത്രിമാർ, അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, അല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വരാനും അവിടെ വെച്ച് ചേരുന്ന മന്ത്രിസഭാ യോഗങ്ങളുടെ തീരുമാനങ്ങളും മന്ത്രിസഭാ യോഗം ചേരാനും പ്രഭാതത്തിൽ വരുന്ന ആളുകളുടെ നേരിട്ടുള്ള നിവേദനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവിടെയൊന്നും ഒരു കുഴപ്പങ്ങൾ ഉണ്ടാവാതെ നോക്കാനും അതിനൊരു അക്രമമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അതിനെ നേരിടുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന സ്ഥിതികളിൽ നിന്ന് അതെല്ലാം ഇല്ലാതാക്കി ഒരു നല്ല ഒരു സംവിധാനത്തിലും അവസരത്തിലും, എന്നിട്ടും അല്പസ്വല്പം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. വളരെ സുഖമായ രീതിയിൽ ഈ യാത്രയിൽ എവിടെയാണ് കണ്ണൂർ മുതൽ പരിശോധിക്കുന്നത്? അവിടെ ഞാനൊന്ന് പൂരിപ്പിച്ചു ഞാനൊന്ന് പൂരിപ്പിച്ചോട്ടെ. പോലീസ് കണ്ണൂർ തന്നെ ഉദാഹരണം എടുക്കാം. മുഖ്യമന്ത്രി സ്വന്തം നാടാണല്ലോ കണ്ണൂർ. ആ കണ്ണൂർ തന്നെ ഉദാഹരണം എടുത്താൽ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി എത്തുമ്പോൾ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ സംരക്ഷിച്ച് ആ DYFI പ്രവർത്തനം അവിടെ നിന്ന് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഒരു കുഴപ്പവും വരാതിരിക്കാനുള്ള കരുതലായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതാണോ ഈ സുദീർഘമായ സേവനം? അല്ല, അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് അതല്ലല്ലോ. ഞാൻ പറഞ്ഞത് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി ഇവിടെ ഈ പിന്നെ വട്ടിയൂർക്കാവിൽ അവസാനിച്ച് ഇനിയും 4 പോകാനുള്ള സ്ഥലങ്ങളിൽ ഒരു കല്യാശ്ശേരിയിലെ സംഭവം, ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ജില്ല എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെ 11 അസംബ്ലി നിയോജകമണ്ഡലമുണ്ട്. ആ നിയോജകമണ്ഡലങ്ങളിലൊന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നതിൽ വിജയം വരിച്ച പോലീസിനെയാണ് ഈ കാര്യത്തിൽ സ്തുത്യർഹമായ സേവനത്തിൻ്റെ നിർവചനത്തിൽ പെടുത്തി അവർക്ക് ഒരു എന്തെന്നാ പാരിതോഷികം, എന്താണ് പാരിതോഷികം എന്നൊക്കെ അതിൻ്റെ ക്വാണ്ടമൊക്കെ നോക്കിയാൽ അതത്ര വലുതൊന്നുമല്ല. എങ്കിലും അവരുടെ സർവീസിൻ്റെ കരിയറിൽ നോക്കിയാൽ ഗുഡ് സർവീസ് എൻട്രി എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അത് കൊടുക്കുന്നത് തന്നെയാണിത്. ഇതിപ്പോൾ ഈ ഇൻസിഡൻറ്റ് എവിടെ എത്രത്തോളം ഉണ്ടായി? 132 34 അസംബ്ലികളിൽ മണ്ഡലങ്ങളിൽ എത്തിയെടുത്ത് എത്ര ഇടങ്ങളിലാണ് ഈ പറയുന്ന ഇൻസിഡൻറ്റുകൾ ഉണ്ടായത്? അവിടെ ബാക്കിയുള്ളിടത്തിലെല്ലാം സ്മൂത്തായി കാര്യം നടന്നില്ലേ? അത് കാണണ്ടേ? അത് ഉണ്ടാക്കുന്നതിൽ പോലീസുകാർ പിന്നെ ഇതിനെ തടയാൻ വരുന്നവരെയും അതിനെ സംരക്ഷിക്കാൻ വരുന്നവരെയും രണ്ടു കൂട്ടരെയും പോലീസിന്റെ സാധാരണഗതിയിലുള്ളത് പോലീസിന്റെ ക്രമസമാധാന പോലീസിന്റെ ഒരു അധിക ചുമതലയൊന്നും അല്ലല്ലോ. അത് ഈ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള കടമയൊക്കെ തന്നെയല്ലേ. താങ്കളിലേക്ക് മടങ്ങിയെത്താം. അതിന് മുൻപ് ശ്രീ സേനാപതി വേണുവിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടിരുന്നത്. കാരണം ഈ പോലീസിന്റെ സുദീർഘമായ സേവനം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് കോൺഗ്രസ് ആയതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. ശ്രീ സേനാപതി വേണു, കേൾക്കാൻ കഴിയുന്നുണ്ടോ താങ്കൾക്ക്? പോലീസ് ഈ നവകേരള സദസ്സിൽ നടത്തിയ സുദീർഘമായ സേവനം അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു പാർട്ടി നിങ്ങളുടെ യുവജന പ്രസ്ഥാനമാണ്. ഈ DYFIയുടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് കുട പിടിച്ചതുകൊണ്ടാണോ, അല്ലെങ്കിൽ DYFI അഴിഞ്ഞാടാൻ തുറന്നു വിട്ടത് കണ്ട് കൈയും കെട്ടി നോക്കി നിന്നതിനാണോ പോലീസിന് ഈ അവാർഡ് നൽകുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? ഈ ഗീബൽസ് മരിച്ചുപോയി എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഗീബൽസ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ ആവർത്തിക്കുന്ന അതേ നുണ തന്നെ എൻ്റെ പഴയ നേതാവ്, ഞാൻ KSUവിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു സുരേഷ് ബാബു സാറ്, അദ്ദേഹവും അതേ നുണ തന്നെ പറയുന്നു. വാഹനത്തിന് മുന്നിലേക്ക് ആത്മഹത്യാ സ്ക്വാഡിനെ പോലെ ചാടാൻ ശ്രമിക്കുന്ന ആളുകളെ എന്ന്. ഒരാളും ആ വാഹനത്തിന് മുമ്പിലേക്ക് ആത്മഹത്യാ സ്ക്വാഡായി
136 അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഈ വാഹനം എത്തുമ്പോഴും ഒരാളും വാഹനത്തിന് മുമ്പിലേക്ക് ആത്മഹത്യാ സ്ക്വാഡായിട്ട് ചാടിയിട്ടില്ല. അപ്പോ ആത്മഹത്യാ സ്ക്വാഡായി ചാടുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ ഉപരി എല്ലാ ഇടതുപക്ഷക്കാരും ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ അടി 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 എന്ന് കെ സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു എന്നതാണ്. അപ്പോ നിരന്തരമായിട്ട് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളം ആണ് ഇത്. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യം, എന്തിനാണ് ഇപ്പോൾ പോലീസിന് ഈ അവാർഡുകൾ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇതുപോലെയുള്ള ഒരു എൻട്രിയെ കുറിച്ച് പണ്ട് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ജനനത്തിന് മുമ്പുള്ളതാണ്. പുന്നപ്പുറ വയലാർ വെടിവെപ്പ് നടത്തിയിട്ട് ചെന്ന പട്ടാളത്തിനും പോലീസ് സംഘത്തിനും സർ CP രാമസ്വാമി അയ്യര് വലിയ സ്വീകരണം കൊടുത്ത് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് പട്ടും വളയും ഒക്കെ കൊടുത്തതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം പുന്നപ്പുറയിൽ ഈ നിർദോഷികളെ, നിരപരാധികളെ മുഴുവൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊന്നതിന്റെ പാരിതോഷികം പ്രതിഫലമായിട്ട്. അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ചരിത്രത്തിൽ മറ്റൊന്ന് നമ്മൾ കേൾക്കുന്നത് ജർമ്മനിയിലെ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറുടെ ഒരു രഹസ്യ പോലീസ് സംഘമായിരുന്നു, അതിന്റെ പേര് ഗെസ്റ്റപ്പോ. അപ്പൊ ഈ ഗെസ്റ്റപ്പോ നാട് മുഴുവൻ നടക്കും. ഹിറ്റ്ലർക്കെതിരെ ആരെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അവനെ അന്നേരം തൂക്കിയെടുത്തുകൊണ്ടുവന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് ഇടിച്ച് ശരിയാക്കുക, അല്ലെങ്കിൽ അവനെ കൊല്ലുക. അവർക്ക് പ്രതിഫലമായി ഇങ്ങനെ പ്രൊമോഷൻ ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഹിറ്റ്ലറുടെ ചരിത്രത്തിലും സർ CP രാമസ്വാമി അയ്യരുടെ ചരിത്രത്തിലും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ADGP MR അജിത് കുമാറാണ്. MR അജിത് കുമാറിന് ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് ബാക്കി സീനിയർമാരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോലീസ് മേധാവിയാകാനുള്ള ഒരു വ്യഗ്രതയിലാണ് അദ്ദേഹം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് കൃത്യം വേണമെങ്കിലും അദ്ദേഹം ഈ പോലീസിൽ CPM-ന് വേണ്ടി ഏത് തരത്തിലുള്ള വിടുപണി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് പൊതുവായിട്ട് കാണാൻ കഴിയുന്നത്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ബാബു സാറിനെ പോലുള്ള ആളുകൾ വന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ എന്ത് കാരണത്താൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, അത് എത്രയോ ഭീകരമായ മർദ്ദനമാണ്. നമ്മൾ കല്യാശ്ശേരി പുതിയങ്ങാടി മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് വരെ ഈ പോലീസിനോടൊപ്പം ചേർന്നുകൊണ്ട് CPM-ന്റെ ഗസ്റ്റപ്പോയ്ക്ക് തുല്യമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ മുമ്പിലും പുറകിലുമായി 2 വാനിൽ ഈ ക്രിമിനലുകൾ സഞ്ചരിക്കുകയാണ്. അവര് ആയുധമേന്തിയ ആളുകളാണ്. അത് കുറെ പേര് നവകേരള സദസ്സ് എന്ന ബനിയൻ ധരിച്ചിരിക്കുന്നു. അവരുടെ ആ ഉയരമൊക്കെ നമ്മൾ കണ്ടതാണ്. 6 അടിക്ക് മുകളിൽ ഉയരമുള്ള ആളുകളാണ്, തടിമാടന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മർദ്ദിക്കുന്നതിന് വേണ്ടി കൃത്യമായി തെരഞ്ഞെടുത്ത ആളുകൾ. അതുകൂടാതെ സഫാരി സൂട്ട് ധരിച്ച ആളുകൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ. ആ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് അവരെക്കാൾ നീളമുള്ള മുട്ടൻ വടിയുമായി, അത് ഇരുമ്പ് ദണ്ടാണോ ചൂരലാണോ മറ്റേത് രീതി കാപ്പിയുടെ ആണോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും അവരൊക്കെ ഇറങ്ങിയിട്ട് 1-2 ആളുകൾ, ഒരു കരിങ്കൊടി കാണിക്കുന്നവൻ 2-3 ആളുകൾ അവരെ പോലീസ് കീഴ്പ്പെടുത്തി നിൽക്കുമ്പോഴും അവരുടെ ശിരസിന് അടിച്ച് എന്ന് പറഞ്ഞാൽ കൊല്ലാൻ തക്ക രീതിയിൽ പര്യാപ്തമായ രീതിയിൽ അവരെ മർദ്ദിക്കുകയാണ്. വാഹനം കയറി ഒരുത്തൻ റോഡിൽ കിടന്ന് അവന്റെ കാലിന്റെ കുളങ്ങ തെറ്റി ഒരു വണ്ടി കയറി അവനെ വന്ന് ഇരുമ്പ് ദണ്ടിന് അവന്റെ ശരീരത്തെ മർദ്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മർദ്ദനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുമ്പോൾ ഒരാൾക്ക് കൂടി നിങ്ങൾ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം. അത് മറ്റാരുമല്ല, വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരി പോലീസുകാരിയുടെ 6 വയസ്സുകാരി കുഞ്ഞിനെ കശാപ്പ് ചെയ്ത്, ബലാത്കാരം ചെയ്ത് കശാപ്പ് ചെയ്ത് കൊന്ന സഖാവിനെ രക്ഷിക്കുവാൻ വേണ്ടി ആ കേസ് എഴുതിയ TD സുനിൽ എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൂടി നിങ്ങൾ ഗുഡ് സർവീസ് എൻട്രി ഈ ഒപ്പം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഒരു സഖാവിനെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴഞ്ഞ ഒരു വാക്കുണ്ട്, ഉളി പോലെ ഊരിയെടുക്കുക. ഒരു പരിക്കും കൂടാതെ അവനെ ഊരിയെടുത്ത ആ സുനിലിന് കൂടി ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ മനുഷ്യന്റെ സാമാന്യ യുക്തിയെയും നീതിബോധത്തെയും ഒക്കെ പരിഹസിക്കുന്ന രീതിയിലല്ലേ ഇവിടെ പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയഘട്ടത്തില് സ്തുത്യർഹമായ സേവനം ചെയ്ത എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് കൊടുക്കണ്ടേ? ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു കൊല്ലത്ത് ഓയൂരിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. ആ കേസ് അന്വേഷിക്കാൻ തമിഴ്നാട്ടിൽ പോയി എന്താ പറഞ്ഞ വലിയ അന്വേഷണങ്ങൾ നടത്തി. അതിനു മുമ്പ് തന്നെ ഇവിടെ കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ആ സേവനത്തിനൊക്കെ മുന്നിട്ടിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആളുകളെ തല്ലാനും ആളുകളെ കൊല്ലാനുമായി നിയോഗിച്ചിരിക്കുന്ന സംഘത്തോടൊപ്പം നിന്നുകൊണ്ട് വെറും മർദ്ദക വീരന്മാരായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ഗുഡ് എൻട്രി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾക്ക് എന്തുമാകാം. പക്ഷേ ആ സന്ദേശം നൽകുമ്പോൾ കേരളത്തിൽ മറ്റൊരു കാര്യം കൂടി ഉമേഷെ സംഭവിക്കുന്നു. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നലെ പത്തനംതിട്ടയിലുള്ള മൗണ്ട് സിയോൺ എന്ന് പറയുന്ന ഒരു ലോ കോളേജിൽ
ഒരു വിദ്യാർത്ഥിയെ SFI നേതാക്കള് മർദ്ദിച്ചു, അവരുടെ മൂക്കിന്റെ പാലം ഒടിഞ്ഞു. അവർ പോലീസ് സ്റ്റേഷനിൽ അവര് ആശുപത്രിയിൽ അഡ്മിറ്റായി, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പോലീസ് കേസ് എടുക്കുന്നില്ല. 4 ദിവസത്തോളം അവിടെ ആശുപത്രിയിൽ കാത്തു കിടന്നു ശ്രീ സേനാപതി വേണു പോലീസ് വരാൻ വേണ്ടി. എന്നാൽ മറിച്ച് SFI ആ കുട്ടിക്കെതിരെ കൊടുത്ത പരാതിയിൽ വളരെ വേഗം പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് SFI ആ കുട്ടിക്കെതിരെ കൊടുത്ത പരാതിയിൽ അവര് എന്താ പറഞ്ഞ ശരവേഗത്തിൽ 1 അല്ല 2 കേസാണ്. ഇത് SFIയുടെ സ്ഥിരം ഒരു പരിപാടിയാണ്. കേരളത്തിലെ ഏത് കലാലയത്തിലും SFIക്കാർ ആരെയെങ്കിലും മർദ്ദിച്ചു കഴിഞ്ഞാൽ, മർദ്ദിച്ച് പരിക്കേറ്റവൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴേക്കും SFIക്കാര് വേറൊരാളെ കൊണ്ടുവരികയാണ്. ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുവാണ്. ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. ഞാനിത് ഇടുക്കിയിൽ പല കലാലയങ്ങളിലും ഇത് കണ്ടിട്ടുള്ളതാണ്. ഇത് അതിനുവേണ്ടിയൊക്കെ ആളുകൾ SFIക്കാർക്കുണ്ട്, അവരെ കൊടുക്കുകയാണ്. അന്നേരം തന്നെ DYSP വിളിക്കുകയാണ്, നിങ്ങൾക്കെതിരെ, നിങ്ങൾ മർദ്ദനമേറ്റ ആശുപത്രിയിൽ കിടക്കുന്ന ആളോടാണ് പറഞ്ഞത്, നിങ്ങൾക്കെതിരെ SC ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം DYSP അന്വേഷിക്കുന്ന കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഒരുമാതിരി കുട്ടികളൊക്കെ അടി കൊണ്ടവൻ ഈ കൈയും കാലും ഒടിഞ്ഞാലും വേണ്ടില്ല, ഇനി DYSP അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ച് അവര് ആശുപത്രി തന്നെ വിട്ടുപോകും. പക്ഷെ ഈ പെൺകുട്ടി അങ്ങനെയല്ല. ഇവര് അസാമാന്യമായ ഉള്ളത് കൊണ്ട് അവരതിനെ പ്രതിരോധിച്ച് ഇപ്പൊ ഏതായാലും ആ സത്യം പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ പോലീസിനെ ദുരുപയോഗം ചെയ്ത ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പോലീസ് സംവിധാനം തന്നെ തകർന്നു പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇവരിത് ചെയ്യുമ്പോഴാണ് ചാലക്കുടിയിൽ നമ്മൾ കാണുന്നത് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ വെല്ലുന്ന രീതിയിലുള്ള അസഭ്യ വർഷമാണ് ഒരു ടൗണിന്റെ നടുക്ക് നിന്ന് പോലീസിനെതിരെ പറഞ്ഞത്. SIയുടെ കാലും കൈയും ഞങ്ങൾ തല്ലി ഒടിക്കും. കേസെടുത്തത് എത്ര സമയം കഴിഞ്ഞാ? എന്ത് കേസാ എടുത്തിരിക്കുന്നു? മാത്രമല്ല ശ്രീ സേനാപതി, പോലീസ് വാഹനം തല്ലി തകർത്ത കോൺഗ്രസ് ഈ SFI നേതാക്കന്മാർക്കെതിരെയൊക്കെ എന്താണ് നടപടി സ്വീകരിച്ചത്, എങ്ങനെയാണ് സാഹചര്യത്തിലേക്ക് എത്തി നോക്കി നമുക്കറിയാം. അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് റിട്ടയർഡ് DYSP ശ്രീ RK കൃഷ്ണകുമാർ സാർ കൂടി ചേരുന്നത്. നമുക്ക് കൃഷ്ണകുമാർ സാറിലേക്ക് ഒന്ന് പോയിട്ട് താങ്കളിലേക്ക് മടങ്ങിയത്. ശ്രീ കൃഷ്ണകുമാർ, ഈ പോലീസിന് ഗുഡ് സർവീസ് സെന്റർ നൽകുക അല്ലെങ്കിൽ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകുക, അതൊക്കെ നമ്മുടെ ഒരു മുൻകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ സമാനതകളില്ലാത്ത ചില സാഹചര്യങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകുന്നു. സുദീർഘമായ സേവനം കേസ് അന്വേഷണം നടക്കുമ്പോഴൊക്കെ നൽകുന്നു. ഇവിടെ ഈ നവകേരള സദസ്സിൽ ഈ ഗുഡ് സർവീസ് സെൻ്ററൊക്കെ നൽകേണ്ട ഒരു സാഹചര്യം, താങ്കളുടെ ഒരുപാട് ദീർഘകാലം സർവീസുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതെന്താണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതിൽ? രാഷ്ട്രീയ വിമർശനമായി ഒക്കെ പറയാം. DYFIയുടെയും ഒപ്പം CIT പ്രവർത്തകരെയൊക്കെ അഴിഞ്ഞാട്ടം കണ്ടില്ല എന്ന് നടിച്ചതിന്, അതല്ലെങ്കിൽ ഈ പോലീസിന്റെ കൺമുൻപിൽ വെച്ച് പോലും ഈ മുഖ്യമന്ത്രി തന്നെ ഭാഷയിൽ പറഞ്ഞ രക്ഷാപ്രവർത്തന ദൗത്യം നടത്തിയ ഈ DYFI പ്രവർത്തകരെ സഹിച്ചതിന് പോലീസിനുള്ളിൽ വലിയ അമർഷം ഉണ്ടായിരുന്നു. ഈ അമർഷമൊക്കെ തണുപ്പിക്കാനാണ് ഈ ഇത്തരത്തിലൊരു പ്രവൃത്തി എന്നൊക്കെ രാഷ്ട്രീയ വിമർശനമായി പറയാം. ഇതിനൊരു സാങ്കേതികത്വം എങ്ങനെയാണ് ശ്രീ കൃഷ്ണകുമാർ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വലിയൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കേസ് തെളിവില്ലാത്തൊരു കേസ് ഇത് ചെയ്യുന്ന വളരെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു കേസ്, ആ കേസ് ഡിറ്റക്ട് ചെയ്യുന്ന അസാമാന്യമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നു, അതിൻ്റെ ടീമിലെ ഒരു നേതൃത്വം കൊടുക്കുന്നു, ആ ടീമിലെ ഒരു അംഗമാകുന്നു ആക്റ്റീവായിട്ട്. ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നത്. പിന്നെ ഗുഡ് സർവീസ് എൻട്രി എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം, എങ്ങനെയൊക്കെയാണ് ഉള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പം ഇതിനകത്ത് ഏറ്റവും വളരെ മോശമായിട്ടുള്ളൊരു രീതി, ഒരു ഒരു യാത്ര നടക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരും എല്ലാവരും കൂടെ ചേർന്ന് യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നു. എല്ലാവർക്കും ആയിരിക്കില്ല, എന്നാൽ ഗുഡ് സർവീസ് എൻട്രി നടക്കുന്നതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അത് പബ്ലിസൈസ് ചെയ്യാം എന്ന് വേണമെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ആളുകളെയും അവരെ ഒരു പ്രീതിപ്പെടുത്തുന്ന ഒരു രീതി അതാണ്. എന്നാണ് പെക്യൂലിയറായിട്ട് ഇങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ, നമ്മൾ നിത്യേന കാണുന്ന ലോ ആൻഡ് ഓർഡറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഇവിടെ വന്നത് തന്നെ ഈ രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു സദസ്സ്, ഒരു യാത്ര നടത്തുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള അതിനായിട്ടുള്ള പ്രതിഷേധങ്ങൾ. പക്ഷേ ആ പ്രതിഷേധങ്ങളിൽ പോലീസ് ഇൻ്റർവെൻഷൻ വന്നത് എല്ലാം തന്നെ കൂടുതൽ ഇൻ്റർവെൻഷൻ സുത്യർഹമായിട്ടുള്ള സേവനം വേണ്ടി വന്നത് ഈ ഭരിക്കുന്ന കക്ഷിയുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാർ അതിക്രമം കാണിച്ചു കഴിഞ്ഞപ്പോഴും അതിന് നോക്കൂത്തികളായിട്ട് നിൽക്കേണ്ട അവസ്ഥ ചില ഉദ്യോഗസ്ഥന്മാർ നടപടിയെടുത്തു. ആവശ്യത്തിന് മതിയായ ബലം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശരിക്കും പോലീസ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മതിയായ ബലമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ കണ്ടു എന്താണ് നടന്നതെന്നുള്ളത്. അപ്പോൾ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ്. നമ്മുടെ സംവിധാനത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല റിവാർഡുകൾ അവർക്ക് കിട്ടും എന്നുള്ള
ഇതുപോലെ ഒരു അവസരം ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മുത്തങ്ങ സംഭവത്തിൽ ഏറ്റവും അവസാനമായിട്ട് ഗോത്രമഹാസഭയുടെ അവർക്കെതിരായിട്ട് നടപടി നടന്ന സമയത്ത് അവസാനം ഗോത്രമഹാസഭയുടെ 4 പേരുമായിട്ട് സംസാരിച്ച മനുഷ്യനാണ്. അതിനുശേഷമാണ് അന്ന് ശങ്കർ റെഡ്ഡി സാറായിരുന്നു അവിടെ DIG ആയിട്ടുണ്ടായിരുന്നത്, നടേശൻ സാറായിരുന്നു SP. ഏറ്റവും അവസാനമായിട്ട് വിനോദിനെയും ഫോറസ്റ്ററെയും അവിടെ ബന്ദിയാക്കിയിരിക്കുന്ന സമയത്ത് അവരെ പരിക്ക് പറ്റിയിരിക്കുന്ന സമയത്ത് അവരെ ചികിത്സിക്കാൻ വേണ്ടി മെഡിക്കൽ ടീമിനെ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഗോത്രമഹാസഭയുടെ 4 പേരായിട്ട് സംസാരിക്കാനായിട്ട് എന്നോട് പറഞ്ഞു IG. അന്ന് അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മെഡിക്കൽ ടീമിനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവരെയും കൂടെ ബന്ദിയാക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് വീണ്ടും ബാർഗൈനിങ് ഇഷ്യൂ വരും. അത് നമ്മൾ മെഡിക്കൽ ടീമിനെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ചികിത്സിക്കണം. അതിന് ശേഷമാണ് ഒരു നടപടി ഉണ്ടായത്. അതിൻ്റെ പിറ്റേ ദിവസം അന്ന് പോലീസ് ആക്ഷൻ സുരേഷ് രാജ് പുരോഹിത് സാറിൻ്റെ നേതൃത്വത്തിലുണ്ടായി. ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു അജിത് ജോഗി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു ഷോർട്ട് റേഞ്ചിൽ ഒരു റബ്ബർ ബുള്ളറ്റ് കൊണ്ടിട്ട് മരിച്ചു. പിറ്റേ ദിവസം ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ വന്ന ന്യൂസ് 8 ആദിവാസികളെ പോലീസ് വെടിവെച്ച് കൊന്ന് അവരെ രാജനെ കത്തിച്ച പോലെ കത്തിച്ചു എന്നുള്ള കറുത്ത വെണ്ടയ്ക്ക അക്ഷരത്തിൽ. ഞാൻ പത്രത്തിൻ്റെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു നന്ദികേട് എന്ന് പറയുകയാണെങ്കിൽ, ഒരു എന്താ പറയുക, യാതൊരു പ്രിൻസിപ്പിളും ഇല്ലാത്ത അതൊക്കെ ഇന്നും ഇതുപോലത്തെ നമ്മുടെ ഡിബേറ്റുകൾ വരുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യും. ഞാൻ ഇത് പറയാൻ കാരണം അന്നൊന്നും നമ്മൾ ചെയ്തത്, എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഉദ്യോഗസ്ഥന്മാർ എനിക്ക് ഗുഡ് സർവീസിൻ്റെ വിശ്വാസമുണ്ടോന്ന്. ഇന്ന് എനിക്ക് തോന്നുന്നത് വിശ്വാസമുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഈ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറിയിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഇമ്പാർഷ്യലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെല്ലാം ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അതിനുവേണ്ടി മൗനസമ്മതം നൽകുന്ന ആളുകൾ അവർ ഇതുപോലത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നതും. ശരിക്ക് എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിൽ, പ്രതിപക്ഷമായിക്കോട്ടെ ഭരണകക്ഷി ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പരിരക്ഷ നൽകേണ്ട ഒരു സംവിധാനം വളരെ മോശമായിട്ട് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ മാറിയിരിക്കുന്നത്. ഞാൻ ഈ ഗുഡ് സർവീസ് എൻട്രി എന്ന് പറഞ്ഞത് ഈ സബ്ജക്റ്റ് ഇവിടെ സംസാര വിഷയമാവാൻ കാരണം ഇത് വളരെ ഗോപ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇത് പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണോ സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചത് അത് കീഴുദ്യോഗസ്ഥന്മാർ റെക്കമെൻഡ് ചെയ്ത് അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ റെക്കമെൻഡ് ചെയ്ത അടിസ്ഥാനം അല്ലാണ്ട് മുകളിൽ നിന്ന് എനിക്കറിയാൻ പാടില്ല എന്ത് ക്രമമാണ് ഇതിനകത്ത് പാലിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ട് ലോ ആൻഡ് ഓർഡർ ഗുഡ് സർവീസ് എന്തെങ്കിലും പ്രത്യേക പരിഗണന നൽകേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ഉന്നത ഉദ്യോഗസ്ഥർ മെൻഷൻ ചെയ്ത് ഇത്ര ദിവസത്തേക്കുള്ളിൽ അറിയിക്കണമെന്നൊക്കെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് ആ ഇറങ്ങിയ സർക്കുലർ. അവിടെയല്ല ഒരു പ്രധാന പ്രശ്നം ഉയർന്നു വരുന്നത്, എന്താണ് ഇവർ ചെയ്ത സുദീർഘമായ സേവനം എന്നാണ് പ്രധാന ചോദ്യമായി വരുന്നത്. താങ്കളിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ് BJP നേതാവ് ശ്യാംകുമാർ ഉണ്ട്. നേരത്തെ അതിഥികളൊക്കെ സൂചിപ്പിച്ച പോലെ നേരത്തെ ഈ ഇത്തരമൊരു പുരസ്കാരം കൊടുക്കുന്നു അല്ലെങ്കിൽ ഇത്തരമൊരു അംഗീകാരം നൽകുന്നു എന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടാണോ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ടിറങ്ങി ഈ സുദീർഘമായ സേവനത്തിന് ആലപ്പുഴയിലൊക്കെ നേതൃത്വം നൽകിയത്? പോലീസ് തടഞ്ഞു വെച്ചിരുന്ന പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഈ പ്രതിഷേധക്കാരെയൊക്കെ വളഞ്ഞിട്ടടിക്കാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകനും ഒക്കെ ഇറങ്ങിച്ചെന്നത് ഇത്തരത്തിൽ അങ്ങ് തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇത്തരം പരിഗണന, ഇത്തരം ഗുഡ് സർവീസ് സെൻ്റർ ഒക്കെ കിട്ടുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമസ്കാരം. ഇത് ഒരു സന്ദേശമാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് CPM കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ADGP-യുടെ ശുപാർശ എന്നതിനപ്പുറം രാഷ്ട്രീയ കേരളത്തിന് പിണറായി കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. അതായത് കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രയും ബ്രൂട്ടലായ ക്രൂരമായ പോലീസ് അതിക്രമം സാധാരണ ജനങ്ങളുടെ മേലുണ്ടായ ഒരു സംഭവം ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും അതിക്രൂരമായ സംഭവ വികാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഭരണം തീരാൻ 2.5 വർഷങ്ങളുണ്ട്. ഈ 2.5 വർഷവും ഞങ്ങൾ പറയുന്നത് ചെയ്താൽ, ഞങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് പിന്നെ ഗുഡ് സർവീസ് സെൻ്റർ GSC മാത്രമല്ല ക്യാഷ് റിവാർഡും വീരശൃംഖലയും എല്ലാം ഞങ്ങൾ നൽകും. മറിച്ചാണെങ്കിൽ കേരളത്തിലെ അക്രമം നടത്തുന്ന SFIക്കാരുടെയും DYFIക്കാരുടെയും ദേഹത്ത് തൊട്ടാൽ നിന്റെയൊക്കെ പണി പോവും. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ടല്ലോ, പോലീസ് ജീപ്പിന്റെ മകളിൽ കയറി അടിച്ച് തകർത്ത് സർവ ആളുകളെയും വെല്ലുവിളിക്കുന്ന ആ ഒരു DYFI നേതാവിനെ പോലീസ്
ഒന്ന് പിടിച്ചു. ആ പിടിച്ചു കൊണ്ടുപോയ പോലീസ് ഈ ക്രിമിനലിനെ ലോക്കൽ സെക്രട്ടറി വന്ന് മോചിപ്പിച്ച് ഓട്ടോറിക്ഷ കൊണ്ടു. അഥവാ പിടിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം അതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഫാരി സൂട്ടുകാരൻ, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായിട്ടുള്ള സഫാരി സൂട്ടുകാര് അവരിയ്ക്കേണ്ടത് മുഖ്യമന്ത്രി യാത്ര ചെയ്ത വാഹനത്തിലാണ്. അവരെന്തിന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിലാണോ? ഏതു വാഹനത്തിൽ നിന്നാണ് ഈ അംഗരക്ഷകൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത വലിയ വടി എവിടുന്ന് കിട്ടി? ഇത് പോലീസ് ഇഷ്യൂ ചെയ്യുന്ന ലാത്തിയൊന്നുമല്ല. അംഗരക്ഷകർക്ക് ലാത്തി ഇഷ്യൂ ചെയ്യാറുണ്ട്. അംഗരക്ഷകർക്ക് ഇഷ്യൂ ചെയ്തത് പിസ്റ്റളോ റിവാൾവറോ ആണ്. ഈ രണ്ട് വ്യക്തികള്, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആളുകള്, അവർ ചെയ്ത നടപടിക്രമങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. ഒരു സീനിയർ DYSPയുടെയും CIയുടെയും നിയന്ത്രണത്തിൽ അവര് പിടിച്ചു വച്ചിരിക്കുന്ന ഈ സമര ചെയ്ത വ്യക്തിയെ അതിനിർദയമായി, അതിക്രൂരമായി തലക്കടിച്ച് പൊട്ടിക്കുന്ന ഒരു രംഗം. അതാണ് ശ്രീ ശ്യാംകുമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇത്തരം അവാർഡുകൾ, പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരികളായ ഗൺമാനും അംഗരക്ഷകരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും മുൻകൂട്ടി. അതുകൊണ്ടാവണം ഇത്തരം ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിന് വാഹനം നിർത്തി അവർ വളരെ വേഗം അവിടേക്ക് എത്തി. താങ്കളിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഇടപെട്ടത്. വളരെ വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. യെസ്, ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ശ്യാം, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ വേഗം ഒന്ന് നമുക്ക് സുരേഷ് ബാബുവിലേക്ക് ഒന്ന് പോകണം. ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തിയ ശേഷം മാത്രം നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ PM സുരേഷ് ബാബു, ഈ കഴിഞ്ഞ 36 ദിവസത്തെ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ തെരുവുകളിലേക്ക് കറുത്ത വസ്ത്രം ധരിച്ച ആളുകൾക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, ഇതൊന്നും രാഷ്ട്രീയ വിമർശനമല്ല, യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. കരുതൽ തടങ്കൽ എന്ന പേരിൽ പ്രതിഷേധിക്കാൻ സാധ്യതയുള്ള മുഴുവൻ നേതാക്കന്മാരെയും പിടിച്ച് ജയിലിലടക്കുക, അല്ലെങ്കിൽ വീട്ടുതടങ്കലിലൊക്കെ ആക്കുക, കറുപ്പ് വസ്ത്രം ധരിച്ച് ഇറങ്ങിയാൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക, സ്വന്തം പാർട്ടി ആളുകളെ പോലും തിരിച്ചറിയാൻ വയ്യാതെ മർദ്ദിക്കുക, CPM പ്രവർത്തകരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുക, ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ചു നടന്ന രക്ഷാപ്രവർത്തനത്തിന് കൈയും കെട്ടി നോക്കി നിൽക്കുക, രണ്ട് കാലുകളുമില്ലാത്ത ഒരു വികലാംഗനെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ പ്രവർത്തകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ DYFI പ്രവർത്തകർക്ക് അവിടെ കടന്നു കയറി അടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക, പോലീസ് ജീപ്പ് തകർക്കുക, പോലീസിനെ പരസ്യമായി വെല്ലുവിളിക്കുക. ഇങ്ങനെ കഴിഞ്ഞ 36 ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ക്രമസമാധാന നില എത്രത്തോളം വഷളായി എന്നതിന് നേർക്കാഴ്ചയായിരുന്നു ഈ നവകേരള യാത്രയൊക്കെ. അത്തരത്തിൽ കുത്തഴിഞ്ഞ സംവിധാനമാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് കാണിച്ചു നൽകിയതിനാണോ, അതല്ലെങ്കിൽ DYFI പ്രവർത്തകരുടെയും CITU പ്രവർത്തകരുടെയും ഒക്കെ ഈ അഴിഞ്ഞാട്ടത്തിന് കൈയും കെട്ടി നോക്കി നിന്നപ്പോഴുണ്ടായ പോലീസിലെ അസ്വസ്ഥത, ഇതൊക്കെ മറച്ചു വെക്കുന്നതിനാണോ ഈ അവാർഡ് നൽകിയത്? ഈ രണ്ട് സാഹചര്യം മാത്രമേ ഏതൊരു സാധാരണക്കാരൻ നോക്കിയാൽ ഈ നവകേരള യാത്രയിൽ പോലീസിൻ്റെ സേവനത്തെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ്. അല്ല, അതിപ്പം ഉന്മേഷ് സംസാരിക്കുമ്പോൾ ആ രൂപത്തിൽ തന്നെ അതിനെ വിവരിച്ച് അതിൻ്റെ പശ്ചാത്തലം ഒരുക്കി സംസാരിക്കുന്നതിനോട് എതിർപ്പ് പറയാനൊന്നും എനിക്ക് കഴിയില്ലല്ലോ. ഞാനതൊക്കെ പറയേണ്ടുന്ന ആവശ്യവുമില്ല. പക്ഷേ യാഥാർത്ഥ്യവുമായിട്ടൊന്നും അത് ഈ പറയുന്ന ഒരു കാര്യത്തിനും ഒരു ബന്ധവും ഇല്ലാത്തൊരു വിഷയങ്ങളാണ്. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്ന് ഒരു നേരത്തെ ഒരു മറുപടിയും ആരുടെ നിന്നും കിട്ടിയിട്ടില്ല. 134 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തതിൽ എവിടെയൊക്കെയാണ് കേരളത്തിൽ 36 ദിവസവും ക്രമസമാധാന നില ആകെ തകർന്ന് തരിപ്പണമായി എന്ന് പ്രചാരണം നടത്തുന്ന ഒരവസരത്തിൽ ഞാൻ ചോദിക്കുന്നത് എത്രയാണ്? 134 എവിടെ വെച്ചൊക്കെയാണ്, ഏതൊക്കെയാണ് സംഭവങ്ങൾ നടന്നിട്ടുള്ളത്? ഓരോന്നോരോന്നോരോന്ന് ഞാൻ എല്ലാത്തിനും എണ്ണി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഓരോ ഘട്ടങ്ങളെ ഓരോ ഘട്ടം സ്റ്റെപ്പായി വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കാണുന്ന ജനവിഭാഗവും ഒന്ന് വേറെയുണ്ട്. ഇപ്പോൾ ഈ ഏതൊക്കെ കണ്ട് രണ്ട് കൈയും കാലും ഇല്ലാത്ത ഒരാളെ തല്ലുന്നത് കണ്ട ആള്, ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്ന ആൾ, പിന്നെ ഇപ്പോൾ കറുത്ത ഷർട്ടിട്ട് വന്ന ആളെ തല്ലുന്ന അത് കണ്ട് കറുത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാരെ വീട്ടുതടങ്കലിലും ജയിലിലും പിന്നെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ തടങ്കൽ വെക്കുന്നത് കണ്ട ആളുകൾ, ഇതിനെല്ലാം പുറത്ത് തിരിച്ചും കണ്ട ആളുകളുണ്ട്. ഉന്മേഷ്, അങ്ങനെയൊക്കെ അല്ലാത്ത ആളുകൾ കണ്ടിട്ടുണ്ട് ധാരാളം. അതെവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഞാനതിങ്ങനെ
എണ്ണി പറയേണ്ടത് അല്ല അതിലൊരു തർക്കമില്ല, തിരിച്ചുണ്ടാകാം. അപ്പോൾ എന്റെ ചോദ്യം ഇത്രയാണ്, ഈ അത് തിരിച്ചുണ്ടാകാം, അത് ഇതിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അതിലൊക്കെ തിരിച്ചുണ്ടാകും, അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല, തിരിച്ചുണ്ടാകാം, അതിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഞാൻ മുന്നോട്ട് വെച്ചത് ഈ ആലപ്പുഴയിൽ കണ്ട ഒരു പ്രവർത്തനം, താങ്കളും ആ ദൃശ്യങ്ങൾ കണ്ടു കാണും. ഉന്നത പോലീസ് ഉദ്യോഗ CI റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാർക്ക് നേരെയാണ് അവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകനും ഇറങ്ങിച്ചെന്ന് കമ്പിവടിക്ക് അടിക്കുന്നത്. നേരത്തെ ഒരു മലയാളം പത്രം പുറത്തുവിട്ടൊരു ചിത്രം ഉണ്ടായിരുന്നു. പോലീസിന് മുൻപിൽ ഒരു SFI നേതാവ്, DYFI നേതാവ് കമ്പി വടിയുമായി മാർച്ച് ചെയ്ത് മുന്നോട്ട് വരികയാണ്. പോലീസ് അവിടെ നിഷ്ക്രിയത നോക്കി. അവർക്ക് ആർക്കെതിരെ കേസെടുത്തായിട്ടൊന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മാത്രമല്ല ഈ ആലപ്പുഴയിൽ കേസെടുക്കാൻ തയ്യാറായത് എങ്ങനെയാണ്? കോടതി വലിയ വിമർശനം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് കേസെടുക്കാൻ തയ്യാറായത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ട് ഏതാണ്ട് 48 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ അവർക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടുമില്ല. ഇതൊക്കെ പരിഗണിക്കട്ടെ. ഇത് ഏതെങ്കിലും ആളുകളല്ല, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമാണ് തെരുവിൽ അഴിഞ്ഞാടുന്നത്. അതിന് കാവൽ നിൽക്കുന്നത് കേരള പോലീസാണ്. അവിടെയാണ് ഒന്നോ രണ്ടോ സംഭവമാണെങ്കിൽ പോലും അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ സുരേഷ് ബാബു. അല്ലെന്ന് നമുക്കത് വെയിറ്റ് ചെയ്യാം. ഞാനത് ക്ഷമാപൂർവ്വം കേൾക്കാൻ തയ്യാറാണ്, ഞാൻ കേൾക്കാനും തയ്യാറാണ്, വീക്ഷിക്കാനും തയ്യാറാണ്. ഇവിടെ ഈ പറയുന്ന കറുത്ത ഷർട്ടിട്ട ആളുകൾ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വന്നിട്ടോ ഈ ആരെയും തല്ലി ചതച്ചിട്ട് പോലീസുകാരൻ അത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരന് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നുണ്ടോ നമുക്ക് നോക്കാമല്ലോ. ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ളൊരു അപേക്ഷ വിളിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാഥമിക നടപടികളല്ലേ ആയിട്ടുള്ളൂ. ഇങ്ങനെ പോലീസ് തല്ലിച്ചതച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഓവർ ആക്ഷനിലേക്ക്, മതിയായ ബലപ്രയോഗം നടത്താൻ മാത്രമേ പോലീസിന് അധികാരമുള്ളൂ എന്ന് അടിവരയിടുന്ന ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് ഞാൻ. മതിയായ ബലപ്രയോഗം മാത്രമേ പോലീസുകാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിൽ നിന്നും അപ്പുറത്ത് മതിയാകതല്ലാത്ത, ആവശ്യമില്ലാത്ത ബലപ്രയോഗം നടത്തിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, അന്നേരത്ത് നമുക്ക് എടുക്കാം. ഇന്ന ആള് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വന്ന് അടിച്ച് ആ ഗൺമാന് ഗുഡ് സർവീസ് എൻട്രി ആണോ കൊടുക്കുന്നത്? അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ? അറസ്റ്റിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞ എന്താ? അറസ്റ്റിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞ എന്താ? അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതല്ലേ. അറസ്റ്റ് അത്യാവശ്യമാകുന്ന ഘട്ടത്തിലാണ്. ഒരു മനുഷ്യന്റെ പൗരസ്വാതന്ത്ര്യത്തെ നിഹനിക്കുന്നതാണ് അറസ്റ്റ് വളരെ കാര്യമായി അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ മാത്രമേ എടുത്തുപയോഗിക്കാവൂ. അതെടുത്ത് വേണം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും ആലോചിച്ചോളാം, പറഞ്ഞോളാം. പക്ഷേ പിന്നെ ഈ കറുത്ത കുപ്പായം ധരിച്ച പോലീസുകാർ, സഫാരി സൂട്ട് ധരിച്ച പോലീസുകാർ ഈ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഒരു ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി? ബാക്കി 28ഓളം സംസ്ഥാനങ്ങളില്ലേ? അവിടെയൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെയുള്ള പോലീസുകാർ, മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഏത് വേഷമാണ് ധരിച്ചിരിക്കുന്നത്? ഏത് മുഖ്യമന്ത്രിയുടെ ഒരു ഗൺമാൻ ഒഴിച്ച് ഒരു മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ഏതെങ്കിലും ഈ പറഞ്ഞ കറുത്ത കോട്ടിട്ട പോലീസുകാർ യാത്ര ചെയ്യുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? അപ്പോൾ അവരെല്ലാം കൂടി കൂട്ടിക്കതച്ച് ഈ 4 സീറ്റുള്ള ഇന്നോവ കാറിൽ കയറണം, 21 22 സീറ്റുള്ള ബസ്സിൽ കയറി ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധമില്ലാത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ പറയരുത്, അതല്ല ശരി. ആ ശരികൾ ഓരോന്നിനും ഓരോന്നിനുള്ളതായ നിയമങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. ആ നടപടിക്രമങ്ങൾ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്തതും അവിടെ ഈ 3-4 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ആവശ്യത്തിന് യൂണിഫോം ധരിച്ച പോലീസുകാർ ഉണ്ടായിരുന്നവരെ കസ്റ്റഡി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നവരെ റോഡിന്റെ ഒരു പോലീസ് കസ്റ്റഡി എടുത്ത് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നെ അവിടേക്ക് ഇറങ്ങി അത്തരത്തിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കേണ്ട, രക്ഷാപ്രവർത്തനം കാഴ്ചവെക്കേണ്ട ആവശ്യകത എന്തായിരുന്നു എന്നതാണ് ഒരു ചോദ്യം. അതിനാണൊരു സംശയം. ഈ സുദീർഘമായ സേവനത്തിനുള്ള അവാർഡ് തലസ്ഥാനത്ത് വരുമ്പോൾ കിട്ടുമെന്ന് ഒരു പക്ഷേ നേരത്തെ മുഖ്യമന്ത്രി സന്തോഷ സഹചാരിയായി കണ്ടുണ്ടാവും. അങ്ങനെ ഓരോ അതാണെങ്കിൽ അതൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഓരോത്തിൻ്റെ ചോദ്യം. ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യമാണിത്. 134 പോയിടത്തിൽ എത്ര ഇടങ്ങളുണ്ടായി? ഒരിടത്തുള്ള ഒരു സംഭവം ഉണ്ടായാൽ പെരുപ്പിച്ച് കാണിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്ക് കഴിയും.
അതിനുള്ള മാധ്യമങ്ങളുണ്ട്, അതിനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. അവരത് ചെയ്യും. ചെയ്യുന്നതിലൂടെ അസ്വസ്ഥതയുള്ള ആളല്ല ഞാൻ. അത് ചെയ്യും. അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു, എങ്ങനെ റീച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ പ്രശ്നമുള്ളൂ. അത് ആ റീച്ച് ചെയ്തത്, എങ്ങനെ എത്തിപ്പെട്ടത്, ഏത് തരത്തിൽ പ്രതിഫലിക്കും, അതും നമുക്ക് നോക്കാം, നമുക്ക് കാണാമല്ലോ. നമ്മൾ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വരികയല്ലേ, 24 മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലീസുകാരൻ്റെ എക്സസ്, മുഖ്യമന്ത്രിയുടെ തമ്മാടിത്തരം, മുഖ്യമന്ത്രിയുടെ താന്തോന്നിത്തം, ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ഏത് തരത്തിലാണ് അത് ജനങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് നമുക്ക് കാണാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുഭവിക്കണം. ഞാൻ പറയുന്നതിന്റെ കൗണ്ടർ അർത്ഥം നിങ്ങൾ എടുക്കരുത്. ഞാൻ പറയുന്നത് വെച്ചാൽ തെറ്റ് ചെയ്യുകയും ശിക്ഷ അനുഭവിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ജനം തീരുമാനിക്കുമെങ്കിൽ അത് അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അവരത് ചെയ്തേ മതിയാവുള്ളൂ, അവർക്കത് കിട്ടിയേ മതിയാവുള്ളൂ. അതിലേക്ക് പോകാം. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വല്ലാതെ പെരുപ്പിച്ചെടുത്താൽ ആ പെരുപ്പിച്ചെടുക്കലിന് എത്രത്തോളം പ്രയോജനം ഉണ്ടാകുമെന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരില്ലേ? ശരി 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 ശ്രീ ശ്യാം, താങ്കളിൽ നിന്നാണ് നേരത്തെ ഇടപെടലേക്ക് പോയത്, അതുകൊണ്ട് താങ്കൾക്ക് പൂർത്തിയാക്കാൻ സമയം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ സുരേഷ് ബാബു പറഞ്ഞത് ഇത് പെരുപ്പിച്ച് കാണിക്കുന്നതാണ്, അല്ലാതെ ഒരു സംഭവം ഒന്നോ രണ്ടോ ഇടത്ത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായതല്ലാതെ എല്ലായിടത്തും ക്രമസമാധാന നില മികച്ച രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ രാഷ്ട്രീയ വിമർശനമാണ്. ആലപ്പുഴയിലൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. പലപ്പോഴും അങ്ങനെയാണ്. LDF ഭരിക്കുമ്പോൾ പലതും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഒരു 100 നടന്നാലും അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ക്യാപ്സൂളുകൾ, അതൊക്കെ മാറ്റിവെക്കുക. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയമായി മുന്നോട്ട് വെക്കുന്നതാണ്. ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മാത്രമാണ് സംഭവങ്ങൾ ഉണ്ടായത്, ബാക്കി ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത്തരം മികച്ച സേവനം നടത്തിയ ആളുകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്നതാണ്. അല്ല, നേരത്തെ തന്നെ ഇവിടെ വിവരിക്കപ്പെട്ടു കേരളത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് ഈ അക്രമവാഴ്ച ഉണ്ടായത്. എന്താ പോലീസിന്റെ ഡ്യൂട്ടി ഡിവൈഎഫ്ഐയും SFIക്ക് ഏറ്റെടുക്കാനുള്ള അധികാരം എന്താ? കേരളത്തിലെ പോലീസ് സേന മോശമൊന്നുമല്ല, അവരെ അവരുടെ പാട്ടിന് വിടുന്നില്ല, അവരുടെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്, അവരെ നിഷ്ക്രിയമാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ പോലീസിനെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ബാബു പറഞ്ഞതുപോലെ മെയ് മാസത്തിൽ ഒരുപക്ഷെ അതിന് മുമ്പ് വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം. ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാതയൊരുക്കലാണ്. അത് നീതി നിഷേധത്തിന്റെയും നിയമവാഴ്ചയുടെയും തകർച്ചയിലൂടെ അധികാരം പിടിച്ചെടുക്കാം എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ചോദിച്ചാൽ എവിടെയാ തകർച്ച? ഇന്നലെയും നമ്മൾ കണ്ടതല്ലേ, തിരുവനന്തപുരത്ത് മാനവീയം വീതിയില് ആളുകൾ, ഗൂണ്ടകൾ തെരുവിൽ തമ്മിൽ തല്ലുകയാണ്. എവിടെ പോയി ഉന്നത ഉദ്യോഗസ്ഥന്മാര്? ഈ രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ ആരെയും കാണുന്നില്ലല്ലോ. അത് അവിടെ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം നടക്കുന്ന സംഘർഷങ്ങളും ബഹളങ്ങളും കൊലപാതകങ്ങളൊക്കെ ഇവിടെ നേരത്തെ എണ്ണി പറഞ്ഞു. 6 വയസ്സുകാരനെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് ആ കേസ് വിട്ടുപോയി. ആ വിട്ടുപോയതിന് കോടതി തന്നെ എണ്ണി കാരണങ്ങൾ പറയുകയാണ്. തെളിവെടുത്തില്ല, DNA പരിശോധന നടത്തിയിട്ടില്ല, ഫോറൻസിക് പരിശോധന നടന്നിട്ടില്ല. ആ ഉദ്യോഗസ്ഥൻ ഇനിയിപ്പോ അടുത്ത പ്രൊമോഷൻ വാങ്ങി DYSP ആയും അതിന് പിന്നീട് SP ആയി പോവുകയാണ്. അതാണല്ലോ വാളയാറിൽ നടന്നത്. വാളയാറിൽ 2 പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആദ്യത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സമയത്ത് ഒരന്വേഷണവും നടന്നില്ല. എപ്പോഴാണ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തത്? രണ്ടാമത്തെ പെൺകുട്ടി മരിച്ചതിന് ശേഷമാണ് അവിടെ കേസ് ഡയറി എഴുതാൻ തുടങ്ങിയത്. എല്ലാ തെളിവും നശിപ്പിക്കപ്പെട്ടു. ഇതാണോ ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ, ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ നടത്തേണ്ട പോലീസ്? അവരുടെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്, അനങ്ങാൻ സാധിക്കത്തില്ല. എന്ത് തോന്നിവാസവും ഈ രാജ്യത്ത് നടപ്പിലാക്കും. പാർട്ടി പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയത്. ഈ സമയത്ത് യാത്ര നടത്തിയത് തന്നെ അത്യന്തം അപക്വമായ തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ശബരിമല ലക്ഷം ആളുകൾ വരുന്ന സ്ഥലത്ത് അവിടുത്തെ സ്ഥിതി നമ്മൾ കണ്ടു. അവിടെ 17-18 മണിക്കൂർ ക്യൂ നിന്ന് വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് യാതൊരു സൗകര്യമില്ലാതെ അവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. സംവിധാനം ആകെ പാളി. ആരാ ഉത്തരവാദി? അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സാധാരണ പോലീസുകാരെ SI അല്ല. ഓരോ കൊല്ലവും 30% അധികം അവിടെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് വേണ്ട തയ്യാറെടുപ്പ് നടത്താതെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നു ഇവിടുത്തെ DGP. എന്ത് സംഭവിച്ചു ഇവിടെ?
അപ്പൊ സമയാസമയങ്ങളിൽ എടുക്കേണ്ട ചുമതലകൾ നിർവഹിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു, നിയമവാഴ്ച പരാജയപ്പെട്ടു. സകല സ്ഥലത്തും അതാണ് ചൂണ്ടിക്കാണിച്ചത്. കേസന്വേഷണം നടക്കുന്നില്ല പോലീസ് സ്റ്റേഷനുകളിൽ, പരാതി വാങ്ങാൻ ആളില്ല. കാരണം പോലീസുകാർ മുഴുവൻ ശബരിമലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പറയും പോവുകയാണ്. എല്ലാ സംവിധാനത്തെയും തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്നാണ് മുഖ്യമന്ത്രി നേരിടുന്നത്? ഇതിനാണോ പാരിതോഷികം കൊടുക്കേണ്ടത്? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന് ഒരുപക്ഷെ കേരളശ്രീ കൊടുക്കുമായിരിക്കും. ഇനി പാരിതോഷികവും ക്യാഷ് അവാർഡ് മാത്രമല്ല, കേരളശ്രീ ഇവരുടെ പേരാണ് ഇനി പ്രസിഡന്റിന്റെ മെഡലിന് കൊടുക്കുന്നത്, ഇവരുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ മെഡലിന് കൊടുക്കുന്നത്. ഈ റിപ്പബ്ലിക് ഡേയിലും സ്വാതന്ത്ര്യ ദിനത്തിലുമൊക്കെ അർഹതയില്ലാത്ത ഇവർക്ക് ബാഡ്ജുകൾ കുത്തിക്കൊടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, എല്ലാ വൃത്തികേടുകളും കാണിച്ചാലും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നത് കേരളം വരാൻ പോകുന്ന ഒരു വലിയ ഭീഷണിയാണ്. കാരണം നിയമവാഴ്ച എന്തെങ്കിലും പ്രതീക്ഷയുള്ളത് ഇപ്പൊ കോടതിയിൽ മാത്രമാണ്. കോടതി പറഞ്ഞാലും കേസെടുക്കത്തില്ല. നാണമുണ്ടായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയൊക്കെ പരാമർശങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ കോടതിയെ കാര്യമായി ഗൗനിക്കുന്ന പാർട്ടിയാണ് CPM എങ്കിൽ ഈ നവകേരള യാത്രയൊക്കെ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് മടങ്ങി പോകേണ്ടതായിരുന്നു. ശ്രീ ശ്യാം, എത്രത്തോളം വിമർശനമാണ്, സമാനതകളില്ലാത്ത വിമർശനം ഇപ്പോൾ കോടതി പറഞ്ഞില്ലേ? മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ കോടതി നടത്തിയ വിമർശനങ്ങളൊക്കെ കേരളം കണ്ടാണ്. അങ്ങനെ കോടതി ഉത്തരവിലൊക്കെ എന്ത് വിലയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് കഴിഞ്ഞ കുറേ നാളുകളെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗൺമാൻ്റെയും അംഗരക്ഷകൻ്റെയും കാര്യത്തിൽ കേസെടുത്തത് എപ്പോഴാണ്? കോടതി പറഞ്ഞപ്പോഴാണ്. കേസെടുത്തിട്ട് 48 മണിക്കൂറാവുന്നു. കേസെടുത്താൽ ഉടനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് LDFൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മാത്രമേ അത്ര സാങ്കേതികത്വമൊക്കെ പറയാറുള്ളൂ. അതല്ലെങ്കിൽ വളരെ വേഗമാണ് നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നത്. താങ്കളിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ് ഒന്നുകൂടി എനിക്ക് ശ്രീ RK കൃഷ്ണകുമാർ സാറിലേക്ക് പോകുന്നുണ്ട്. സാർ, ഈ പോലീസിൽ കേരള പോലീസ് എന്നത് എപ്പോഴും മികച്ച നിലവാരം പുലർത്തുന്ന സേന തന്നെയാണ്. ഒരു തർക്കമൊന്നുമില്ല കാര്യത്തിൽ. അത് ബുദ്ധിവൈവിധ്യം കൊണ്ടാണെങ്കിലും നടപടിക്രമം കൊണ്ടാണെങ്കിലും ഒക്കെ മികച്ച ഒരു സേനാ സംവിധാനമാണ് കേരളത്തിൽ. എന്നാൽ കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വല്ലാത്തൊരു പാർട്ടിവൽക്കരണം ഈ പോലീസ് സേനയ്ക്കുള്ളിൽ നടന്നിട്ടുണ്ട്. പലപ്പോഴും പല ഉദ്യോഗസ്ഥരും പരാതികളായി വ്യക്തിപരമായി പറയുന്നത് ഈ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊന്നും അറിയാറില്ല, ഈ DYSPമാരെ നിയോഗിച്ചുകൊണ്ട് പാർട്ടി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. പലപ്പോഴും ഈ പോലീസ് സേന അംഗങ്ങൾ ഇതൊക്കെ വലിയ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് ഈ സർക്കുലർ ഇറങ്ങി, ഈ ADGPയുടെ സർക്കുലർ ഇറങ്ങിയ തൊട്ട് കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ചില പോലീസ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന ചില മെസ്സേജുകളൊക്കെ DYFI ഇങ്ങനെ അഴിഞ്ഞാടുന്നത് കണ്ട് കയ്യും കെട്ടി നോക്കി നിന്നതിനാണോ ഈ പുരസ്കാരമെന്ന് വിമർശനം ഉന്നയിക്കുന്നത് വേറെ ആരുമല്ല, പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്. ഈ പാർട്ടിവൽക്കരണവും പാർട്ടിയുടെ അമിത ഇടപെടലും പോലീസ് സേനയുടെ ഉള്ളിലെ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ അങ്ങ് തകർക്കുന്നില്ലേ? നമ്മൾ ഈ ഇഷ്യൂവിനെ ഡയറക്റ്റായിട്ട് നമ്മൾ ഒന്ന് അപ്രോച്ച് ചെയ്യണം. ഡയറക്റ്റായിട്ട് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പം നമ്മുടെ ആലുവ ശിവരാത്രി ഉണ്ടാവും, തൃശ്ശൂർ പൂരം ഉണ്ടാവും, അതുപോലെ വലിയ വലിയ മേളകളുണ്ട്. ഈ മേളകളിലൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ച ശബരിമല ഡ്യൂട്ടി ഉണ്ട്, ത്യാഗം സഹിച്ച് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പോലീസുകാർ. ഇവിടെ ഒരു റുട്ടീൻ ഡ്യൂട്ടിയാണ്. ഒരു മുഖ്യമന്ത്രി മന്ത്രിസഭാ അംഗങ്ങളും കൂടെ ഒരു ബസ്സിൽ നിറയെ പോലീസ് എസ്കോർട്ടുമായിട്ട് പോകുന്നു. അവിടെ പ്രത്യേകമായിട്ടൊരു ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി എന്ന ട്രാഫിക് ഡൈവേർഷൻ കാര്യങ്ങൾ, ഇത് വളരെ വളരെ ഈസി ആയിട്ട് നടന്നു പോയത് നമ്മൾ കണ്ടതാണ്. ഈ ട്രാഫിക് ഡൈവേർഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇതിലൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു എഫർട്ട് എന്ന് പറഞ്ഞ സംഗതി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ പോലീസിനെ ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഉള്ളൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ കൈകാര്യം ചെയ്യേണ്ട, അതുപോലെ സ്തുത്യർഹമായിട്ടുള്ള സേവനം ചെയ്യേണ്ട ഒരു സ്കോപ്പ് അവിടെ നമ്മൾ കണ്ടില്ല. പിന്നെ ഈ സ്കോപ്പ് ഉണ്ടായത് എവിടെയാണ്? ഇത് ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഷേധങ്ങളെ അക്രമം കൊണ്ട് അടിച്ചമർത്തിയ സമയത്ത് ഇതിന് ഏറ്റവും പ്രകടമായ സംഗതി, ഇപ്പോൾ സുരേഷ് ബാബു സാറ് പറഞ്ഞു എത്ര സംഭവങ്ങളുണ്ടായി, ഇത്രയും സ്ഥലങ്ങളിൽ കൂടെ പോയിട്ടുണ്ട്, ഇത്രയും അസംബ്ലി മണ്ഡലങ്ങളിൽ പോയിട്ട് എത്ര സംഭവങ്ങൾ ഉണ്ടായി എന്ന് ചോദിക്കാം. സാർ, എനിക്ക് പറയാനുള്ളത്, നേരിട്ട് നമ്മൾ കണ്ട് ഒരു കാരണവശാലും ചെയ്യാൻ ഒരു ഗൺമാനോ അല്ലെങ്കിൽ യൂണിഫോംഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈവൻ യൂണിഫോംഡ് പോലീസുകാരും പോലും ചെയ്യാത്ത ബ്രൂട്ടൽ ആയിട്ടുള്ള ലാത്തി ചാർജ് നടത്തിയ ബ്രൂട്ടൽ ഒരു വിരോധം തീർക്കുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഓപ്പണന്റിനെ ചെയ്യുന്ന പോലെയും കൂടെ അല്ല, ഒരു വൈരാഗ്യം തീർക്കുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വിചിത്രമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ പയ്യോളി സ്റ്റേഷനിലായിരുന്നപ്പോൾ ഒരു കേസിലെ ഒരു പ്രതിയെ അവിടെ കൊണ്ടുവന്ന് ഞാൻ വെച്ചു. കുറേ നാളുകളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു കേസാണ്. അതിൻ്റെ ഡിറ്റക്ഷനൊക്കെ പ്രതിയെ കൊണ്ടുവന്ന് വെച്ചു, കേസ് തെളിയിച്ചതിൻ്റെ ചാരവാക്യത്തോട് നിൽക്കുകയാണ്. പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് പറയാണ്, സാറേ അവൻ സംസാരിക്കുന്നില്ല, അവന് വെള്ളം ഇറക്കാൻ സാധിക്കുന്നില്ല എന്ന്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാത്തൊരു പോലീസുകാരന് ഒരൊറ്റ ഇടി അങ്ങ് വെച്ച് കൊടുത്തു.
ഇതാണ് സംഭവം. ഞാനിത് പറയും, ഇതൊരു സൈക്കോളജിക്കൽ സംഗതിയാണ്. സൈക്കോളജിക്കൽ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഇപ്പോൾ ആൾക്കാരെ കൈകാര്യം ചെയ്യാനോ അതുപോലെ അവരെ ഒരു കഴിവ് പ്രകടിപ്പിക്കാനോ അവരുടെ ഓവറായിട്ടുള്ള ഒരു ആഭിമുഖ്യം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇമ്മീഡിയറ്റ് നടപടി വേണമായിരുന്നു, ഇമ്മീഡിയറ്റ് നടപടിയാണ്. അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്രയധികം പ്രശ്നങ്ങളും അലിഗേഷൻസും ഉണ്ടാവില്ല, തുടർന്നുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. ഒരു കാലത്ത് നടക്കാത്ത രീതിയില്ല. എനിക്കറിയാം, നമ്മളിപ്പോൾ മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ചിട്ട് തുറന്ന് പറയണം, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ മുത്തങ്ങ സംഭവം കഴിഞ്ഞിട്ട് അന്ന് 8 പേര് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നടത്തിയ ഒരു നുണപ്രചരണം നടത്തിയ, അന്ന് നായനാരാണെന്ന് സംസാരിച്ചിട്ട് പോയത്. നായനാർ സംസാരിച്ച് പോയി കഴിഞ്ഞ ഉടനെ ഭയങ്കരമായിട്ടുള്ള കല്ലേറ്, എൻ്റെ മുഖമെല്ലാം പൊളിഞ്ഞു പോയി. 90 പോലീസുകാർക്കാണ് അന്ന് പരിക്ക് പറ്റിയത്. അന്ന് SP ലീവ് കമ്മീഷണർ അന്ന് സഞ്ജീവ് ജോഷി സാറായിരുന്നു. അന്ന് ലീവ് എടുത്ത് ഞങ്ങൾ ഈ ഏറെ മുഴുവൻ കിട്ടുന്ന സമയത്ത് കരീം സാറ് എത്രയോ പേർക്ക് അന്ന് പരിക്ക് പറ്റി. 90 പോലീസുകാർക്ക് അന്ന് പരിക്ക് പറ്റി. ഈ പോലീസുകാർ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർ എറിഞ്ഞ് ഇതുപോലെ ആക്രമിക്കാനുള്ള മനോഭാവം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായി ആണെങ്കിലും അത് എന്തുകൊണ്ട് ഇന്നും തുടർന്നു പോകാനായിട്ട് സാധിക്കുന്നു? ആ ഒരു രീതി കുറച്ച് പ്രകടമായിട്ട് അത് വ്യാപകമായിട്ട് നടക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നു. ഒരു പോലീസ് ജീപ്പ്, ഒരു ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പോലീസ് ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്നൊക്കെ അടിക്കുക. അതുപോലെ തന്നെ വളരെ മോശമായിട്ട്, വളരെ നികൃഷ്ടമായിട്ട് ഉള്ള രീതിയിൽ എന്തെല്ലാം ഭാഷകളാണ് ആ ഉദ്യോഗസ്ഥനെതിരെ. പോലീസുകാർക്ക് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കൂ? അതേ രീതിയിൽ അടി കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ടാർഗറ്റ് ചെയ്ത് തിരിച്ചടിക്കാൻ സാധിക്കൂ? ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം ക്യാരക്ടർ ശ്രദ്ധിക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനം ഇതാണ് ഈ ഇഷ്യൂവിനെ ഇത്രയും വലുതായി, ഈ ബ്രൂട്ടലായിട്ടുള്ള ഈ അറ്റാക്കിനെ ഇത്രയും ചെയ്ത്. അതുപോലെ തന്നെ പോലീസിൻ്റെ പ്രസൻസിൽ പോലീസ് ചെയ്യേണ്ടത് പോലീസ് ചെയ്യട്ടെ. മന്ത്രിമാരും ടീമുകളും അംഗങ്ങളും അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ട്രാഫിക് ഡൈവേർഷൻ വേണം, അവർക്ക് എസ്കോർട്ട് കൊടുക്കണം, ആംബുലൻസ് വേണം, എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അതല്ലാണ്ട് അവിടെ ഒരു ആവശ്യം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പോലീസല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്, സാധാരണ പോലീസല്ല. ഇതിനകത്ത് അമിതമായിട്ടുള്ള താല്പര്യമുള്ള പോലീസുകാർ കൈകാര്യം ചെയ്ത സ്ഥലത്താണ് പ്രശ്നങ്ങളുണ്ടായത്. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതി ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ചെടിച്ചട്ടി വെച്ചൊക്കെ അടിച്ച സംഭവം ഉണ്ടായത് അതാണ് ആദ്യമായി ശ്രദ്ധയിലേക്ക് വരുന്ന ചർച്ചയാവുന്ന ആദ്യ വിഷയം. അന്ന് അതിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയൊരു പരാമർശമുണ്ട്, ഇതൊക്കെ രക്ഷാപ്രവർത്തനമാണ് എന്നത്. ആ പരാമർശമാണ് പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലുടനീളം ക്രമസമാധാന നിലയെ താറുമാറാക്കുന്ന തരത്തിലേക്ക് പോയത്. അന്ന് അവിടെ വെച്ച് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് പാടില്ല എന്ന് സമീപനം പാലിക്കണമെന്നൊരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത്. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഇത് രക്ഷാപ്രവർത്തനമാണ്, അത് ഇനിയും തുടരും, അവരെ അഭിനന്ദിക്കുന്നുവെന്നാണ്. അങ്ങനെ ഈ DYFID പ്രവർത്തനത്തെയും ഒപ്പം നോക്കുകുത്തിയായിരുന്ന പോലീസിനും ഒക്കെ അതൊരു പ്രോത്സാഹനം തന്നെയായി മാറിയില്ലേ? തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പ് തലശ്ശേരിയിൽ കുറേ വർഷങ്ങളായിട്ട് ഗോളടിക്കുന്ന രീതിയിലാണ് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം അന്ന് നല്ലൊരു ഉദ്യോഗസ്ഥനെ എല്ലാവരും കൂടെ, എല്ലാ പാർട്ടിക്കാരും കൂടെ തീരുമാനിച്ചിരുന്നു നല്ലൊരു ഉദ്യോഗസ്ഥനെ അവിടെ ഇമ്പാർഷ്യലായിട്ട് നടപടി എടുത്തേ തീരുള്ളൂ. അതുപോലെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ ആ ലോക്കലായിട്ടുള്ള നേതാക്കന്മാരെ അതിനകത്ത് പ്രതി ചേർക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി 3 വർഷം വളരെ കാമായിരുന്നു, തലശ്ശേരി വളരെ കാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലത്തെ അക്രമങ്ങൾ ആവർത്തിക്കാൻ ഇത്ര അഗ്രസീവായിട്ട് പോലീസിന് നേരെ? സാധാരണ രീതിയിൽ നിയമത്തിനെ മാനിക്കുന്ന ആൾക്കാർ പോലീസിനെ ബഹുമാനിക്കും, ഒരു പരിധി വരെ ഭയം ഉണ്ടാവും. ഇതല്ല, ആക്രമികമാണോ? അത് അനാവശ്യമായിട്ടുള്ളൊരു വിശ്വാസം അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ്. ആ വിശ്വാസം ജനിപ്പിക്കുന്ന ആർക്കാണ് ബാധിക്കുന്നത്? അത് ബാധിക്കുന്നത് വ്യവസ്ഥിതിയെ തന്നെയാണ് ബാധിക്കുന്നത്. അതിനെക്കുറിച്ച് ബോധവാന്മാരായില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന ജനങ്ങൾ ബോധവാന്മാരാകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ റീസെൻ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പോലീസിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് അവരുടെ ആത്മാഭിമാനത്തിനെ സ്പർശിക്കുന്ന രീതിയിൽ അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്രൈവറും SIയും ഇരിക്കുന്ന ഒരു വണ്ടിയുടെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഏത് പാർട്ടി വേണമെങ്കിലും ആയിക്കോട്ടെ തകർക്കുക. ഇന്ന് കേരളത്തിൽ എവിടെ ഇത് ഏറ്റവും നാണക്കേട്ട ഒരു സംഗതിയല്ലേ അത് നമ്മുടെ സുപ്പീരിയർ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റേ ഈ സബോർഡിനേറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അവരാര് പ്രൊട്ടക്ട് ചെയ്യും? അപ്പോൾ ഈ ക്വാളിറ്റി ഉണ്ടാക്കേണ്ടത്, ക്വാളിറ്റി പോലീസിന് മാത്രം ഉണ്ടായാൽ പോരാ. പോലീസിങ്ങിൽ ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പോലീസ്
പോലീസിൽ മറ്റുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളോ അമിതമായ ഇടപെടലുകളോ പാടില്ല, അമിതമായ ആത്മവിശ്വാസം പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയ അവസരം മുതലാക്കിയിട്ട് അടിക്കാനായിട്ട്, അവനവൻ്റെ കഴിവൊന്ന് പ്രകടിപ്പിക്കാനായിട്ട്, ഞാൻ ഈ സംവിധാനത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്, അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിധേയത്വം, അതാണ് ആ പോലീസുകാർ കാണിച്ചത്. ഒരു കാരണവശാലും അത് നിയമവിധേയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ കർശനമായിട്ട് അപ്പം നടപടി ഉണ്ടായിരുന്നെങ്കിൽ തുടർന്ന് അങ്ങോട്ടേക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ ഇതുപോലത്തെ പ്രഖ്യാപനങ്ങൾ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, അവർക്കും ആത്മാഭിമാനവും ഇതെല്ലാം ഉള്ളതാണ്. അവരെല്ലാം സംയമനം പാലിച്ച് കാര്യങ്ങൾ ചെയ്യുമവർ. അതിനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ ഇത്രയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഒരു ആ ഇഷ്യൂവിൽ, ഗൺമാനൊക്കെ ആക്രമിക്കുന്ന ഇഷ്യൂവിൽ ആദ്യമേ ലോക്കൽ പോലീസുകാർ വളരെ സംയമനത്തോടെ അവരെ പിടിച്ചു മാറ്റി അവിടെ വെച്ചു. അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് ചെയ്യുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഗൗരവത്തോടുകൂടി ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും നല്ല ഉദ്യോഗസ്ഥന്മാരുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കൊട്ടിഘോഷിക്കാണ്ട് ഇത്ര ഒരു നോർമലായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഈ ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ഒരു വഴി ഇതിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഒരു വഴി വിട്ടു പോകാനായിട്ടുള്ള കാരണം തന്നെ ഈ ഇതുപോലെ വഴി വിട്ട ഇടപെടലുകളാണ്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ചെയ്യാൻ അറിയാം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കും, ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്ന്. പല സ്ഥലത്തും ഇത് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇൻഫോർമേഷൻ കൊടുക്കും. കാരണം ഇൻഫോർമേഷൻ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഇന്ന സ്ഥലങ്ങളിൽ അവരുടെ ബ്ലാക്ക് ഫ്ലാഗ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവുന്നു. അവിടെ തന്നെ നേരത്തെ തന്നെ പ്രിപ്പയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ടാവും. അവർ മുമ്പിൽ കയറി പ്രശ്നം ഉണ്ടാകാനായിട്ട് അവരെ പിടിച്ച് മാറ്റുമോ അവർ. ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഈ അസ്വാഭാവികതയാണ് ഇത്രയും മുഴുവൻ ആർഗ്യുമെന്റ്സിന് വഴി തെളിച്ചതും അനാവശ്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം അക്രമം കാണിക്കുന്നവർക്കുണ്ടാക്കിയത്. എല്ലാ പാർട്ടിയിലും 90% ആൾക്കാരും നല്ല ആൾക്കാരാണ്. പക്ഷേ ഇതുപോലെ കുറച്ച് പേര് കാണിക്കുന്ന ഇതുപോലത്തെ തോന്നിവാസങ്ങൾ അതിനെ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നഷ്ടം വരുന്നത് അംഗീകരിക്കാൻ മാത്രമല്ല ശ്രീ കൃഷ്ണകുമാർ, ഇതാണ് ശരിയെന്ന് പറയുന്ന ഒരു സന്ദേശം കൂടി നൽകുന്നതാണ് സർക്കാരിൻ്റെ ഈ നിലപാട് എന്നത് എന്തായാലും ഒരു വിമർശനം മാത്രമല്ല, യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒപ്പം താങ്കളിലേക്കും ഒപ്പം അതിലേക്ക് മടങ്ങിയെത്താൻ ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും.